ഇന്ന് നമ്മളൊരു ജപ്പാൻ കടയിൽ നിന്ന് ജപ്പാനീസ് ഫുഡ് കഴിച്ച കഥയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ബബിൾ ടീയും പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ ഫ്രൈസും കഴിച്ചു. ഫ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ പോയത് KG ജപ്പാനീസ് റെസ്റ്റോറന്റിലേക്കാണ് എന്തെങ്കിലും കഴിക്കാൻ. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് പോകണം ഷോപ്പിലേക്ക്. നമ്മൾ ഇവിടുന്ന് ഒരു ഫ്രൈഡ് ട്യൂണിയും പോർക്കും പിന്നെ ഒരു ബീഫ് ബൗളാണ് ഓർഡർ ചെയ്തത്. കുറച്ച് കഴിഞ്ഞേരം കിച്ചണിൽ തീയെല്ലാം പാർന്നാണെന്നുണ്ട്. മിക്കവാറും ഫുഡ് അടിപൊളിയാൻ ചാൻസ് ഉണ്ട്. കുറച്ച് കഴിഞ്ഞേരം നമ്മൾ ഐറ്റംസ് എത്തി. നമ്മൾ ആദ്യം ജപ്പാനീസ് ട്രഡീഷനായ കൊള്ളി വെച്ച് പരിപാടിനകത്ത് നോക്കി. പക്ഷെ അത് പാളിപ്പോന്നുള്ളത് ഉറപ്പുള്ളതുകൊണ്ട് നമ്മളത് ഒഴിവാക്കി. പക്ഷെ നമ്മളങ്ങ് വിടുവോ? നമ്മൾ കൊള്ളി വെച്ചൊന്ന് പയറ്റി നോക്കി. പക്ഷെ സംഭവം പാളിപ്പോയി. നമ്മൾ ആദ്യം തന്നെ ട്യൂണ ഫ്രൈ വെച്ച് സ്റ്റാർട്ട് ചെയ്ത്. സംഭവം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് പോർക്കാണ്. പോർക്ക് കഴിക്കാൻ മോശമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു. പോർക്കും റൈസും മിക്സ് ചെയ്ത് കഴിച്ചു നോക്കി. അത് വലിയൊരു സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ബീഫ് ബൗളാണ്. അത് തുറക്കുമ്പോൾ തന്നെ നല്ല ചൂട് ആവി പറക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ കഴിച്ചതിൽ വെച്ച് ഏറ്റവും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായത് ഇതായിരുന്നു. പിന്നെ നമ്മൾ നേരെ അടുത്തുള്ള ബേക്കറിയിൽ പോയി ഒരു മഡ് കേക്ക് അങ്ങ് ഓർഡർ ചെയ്ത്. നല്ല ഹെവി ഫുഡിന് ശേഷം നല്ല മധുരമുള്ള കേക്ക് കഴിച്ചാലുള്ള ഫീല് വേറെ തന്നെയായിരുന്നു.